ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു തൻ്റെ അച്ഛനും അമ്മയും ആരാണ് എന്ന് ഉറപ്പിക്കാനുള്ള ആ ഒരു തന്ത്രപ്പാടിലാണ്. അതിനെ തുടർന്ന് അവൾ തൻ്റെ ഉറ്റ സുഹൃത്തായ ഒരു പെണ്ണിന്റെ കയ്യില് ഇങ്ങനെ കൊടുക്കുകയാണ്. ഒരു ഫോറൻസിക് ലാബ് ഉദ്യോഗസ്ഥയുടെ കയ്യില് അവരുടെ എല്ലാവരുടെയും മുടിനാരിഴകൾ കൊടുത്തിട്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഈ കുട്ടിയുടെ അച്ഛനമ്മയും തന്നെയാണോ ഇത് എന്ന് കണ്ടെത്തണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. എന്തായാലും ഉടനടി ആ ഒരു റിപ്പോർട്ട് വരികയാണ്. ഈ പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിലും ഇത് അമ്മയല്ല എന്ന് മറുപടി പറയണ കേൾക്കുമ്പോൾ സരയു ഞെട്ടിപ്പോവുകയാണ്. ഇനിയിപ്പോൾ കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ കിരണൊക്കെ പറയുന്നത് പോലെ താരയായിരിക്കോ തൻ്റെ അമ്മ എന്നൊരു ഡൗട്ട് തീർക്കാൻ വേണ്ടി അവൾ അടുത്ത ശ്രമം തുടരുന്നുണ്ട്. അങ്ങനെ താരയുടെ മുടിനാരിഴകൾ അവൾ സംഘടിപ്പിക്കുകയും ആ മുടിനാരിഴകൾ അതേ ലേഡിക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു റിസൾട്ട് വരുമ്പോൾ പറയുകയാണ് ഇത് തന്നെയാണ് ആ പെൺകുട്ടിയുടെ അമ്മ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സരയുവിന് സങ്കടവും അതുപോലെ തന്നെ ദേഷ്യവും സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? തൻ്റെ അതുകൊണ്ടായിരിക്കും അമ്മ എന്ന് പറഞ്ഞ് ആ ഒരു അവകാശം പറഞ്ഞ തൻ്റെ അരികിലേക്ക് താര വന്നത് എന്നുള്ള കാര്യമൊക്കെ അവളിങ്ങനെ ഓർത്തു പോവുകയാണ്. അവളോട് ചെയ്ത ക്രൂരതകളൊക്കെ ഓർത്തു പോകുന്നുണ്ട്. എങ്ങനെയാണ് തൻ്റെ അമ്മ മാറിയത് എന്ന് അവൾക്ക് അറിഞ്ഞേ തീരൂ. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ശാരിയോട് ചോദിക്കുകയാണ്. ശാരിയാണെങ്കിൽ അവളോട് കരഞ്ഞുകൊണ്ട് മാപ്പ് പറയുന്ന രീതിയിൽ ഇങ്ങനെ കൈകൂപ്പിക്കൊണ്ട് സത്യങ്ങളെല്ലാം തുറന്ന് പറയുകയാണ്. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ സരയുവിന് എന്തെന്നില്ലാത്ത ദേഷ്യമൊക്കെ രാഹുലിനോട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ശാരിയെയും അവൾ അകറ്റി മാറ്റി നിർത്തുകയാണ്. ഇതിന് ശേഷം താര തൻ്റെ മകളെ കാണാനും കൊച്ചുമകളെ കാണാനും ഒക്കെ വീട്ടിലേക്ക് വരുമ്പോൾ അവൾ ആദ്യത്തെ പോലെയുള്ള ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും കാണിക്കാതെ അവളാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ കാണാനുള്ള അനുവാദവും അതുപോലെ തന്നെ അവളെ സരയുവിൻ്റെ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട് താര. എന്തായാലും അതിനുള്ള അനുമതിയൊക്കെ അവൾ സരയു കൊടുക്കുകയാണ്. ഒരു അമ്മയുടെ വേദന എന്താണെന്ന് ഒരു കുറച്ച് നേരം കൊണ്ട് അവൾ മനസ്സിലാക്കിയതാണ്. കാരണം തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ അവൾക്ക് മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും താരയെ വേദനിപ്പിക്കില്ല എന്നൊരു മനസ്സിലൊരു ഉറച്ച തീരുമാനം അവൾ അതിനുശേഷം എടുക്കുകയും താരയോട് സ്നേഹത്തോടു കൂടി പെരുമാറുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ശാരിക്ക് അത് വലിയ ഇഷ്ടമൊന്നും ആവുന്നില്ല. അതിനുശേഷം അങ്ങനെയുള്ള ഭാഗമൊക്കെ നമുക്ക് ഉടനെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.